പിച്ചവയ്ക്കുന്ന കാലം മുതൽ ഇടംകാലിൽ പന്തുമായി ഓടിത്തുടങ്ങിയ പയ്യൻ. അർജന്റീനയിലെ റൊസാരിയോ തെരുവിൽ ചെളി നിറഞ്ഞ കളിയിടത്തിൽ നിന്നും അവൻ ചവിട്ടിക്കയറിയത് ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലേക്കാണ്. പിന്നീട് ഭൂഖണ്ഡങ്ങൾക്കും മഹാസമുദ്രങ്ങൾക്കും അപ്പുറം നിന്നുപോലും ആളുകൾ അവന്റെ കാൽചലനങ്ങൾ ആവേശത്തോടെ നോക്കി നിന്നു. അർജന്റീനയിലെ ജനത അവനെ വിശ്വസിച്ചു. അവർക്കവൻ ഫുട്ബോളിന്റെ മിശിഹ ആയി. കാൽപന്തുകളിയുടെ അവസാന കൊടുമുടികളെല്ലാം അവൻ കീഴടക്കി. അർജന്റീനയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന അവൻ ലോക ഫുട്ബോളിലെ ഇതിഹാസമായി. ലയണൽ ആന്ദ്രസ് മെസ്സി. ലയണൽ മെസ്സി 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോയിൽ ജോർജിന്റെയും സെലിയയുടെയും മൂന്നാമത്തെ മകനായാണ് ലയണൽ മെസ്സി ജനിച്ചത്. റൊസാരിയോയിലെ തെരുവുകളിൽ പന്തു തട്ടി കളിച്ചാണ് മെസ്സി തന്റെ ബാല്യം ചെലവഴിച്ചത്. മെസ്സിക്ക് കാൽപന്ത് കളിയോടുള്ള താല്പര്യവും കഴിവും തിരിച്ചറിഞ്ഞത് അവന്റെ മുത്തശ്ശിയാണ്. അവർ അവനെ കാൽപന്ത് കളിയോട് കൂടുതൽ അടുപ്പിച്ചു. അർജന്റീനയിലെ കളി മൈതാനങ്ങളിൽ ഫുട്ബോൾ കളി കാണാൻ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് കുഞ്ഞു മെസ്സി സ്ഥിരമായി പോകുമായിരുന്നു. റൊസാരിയോയിലെ ക്ലബ്ബുകളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മെസ്സിക്ക് ഫുട്ബോൾ കളിക്കാൻ അവസരങ്ങൾ ലഭിച്ചു. ഇടംകാലിൽ പന്തുമായി ഓടുന്ന ആ കുട്ടിയുടെ കഴിവുകൾ കാണികളിൽ അത്ഭുതം സൃഷ്ടിച്ചു. അധികം വൈകും മുമ്പ് തന്നെ മെസ്സിക്ക് ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബിൽ ഫുട്ബോൾ കളിക്കാൻ അവസരം ലഭിച്ചു. പന്ത് കൊണ്ട് മാന്ത്രികത കാണിക്കുന്ന ആ കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയില്ലെന്ന് അവന്റെ വീട്ടുകാർക്കും ക്ലബ്ബ് അധികൃതർക്കും മനസ്സിലായി തുടങ്ങിയ കാലം കൂടിയായിരുന്നു അത്. 10 വയസ്സ് കഴിഞ്ഞിട്ടും അവന് മറ്റു കുട്ടികളുടേതുപോലെ ഉയരം വയ്ക്കുന്നുണ്ടായിരുന്നില്ല. മെസ്സി അവന്റെ മുറിയിലെ ഭിത്തിയിൽ ഉയരം അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും അവൻ അവിടെ വന്ന് തനിക്ക് ഉയരം വെച്ചോ എന്ന് നോക്കുമായിരുന്നു. 2000 ഡിസംബർ 14 മെസ്സിയുടെ കളിയിൽ ആകൃഷ്ടരായി ബാഴ്സലോണ ക്ലബ്ബ് അവനെ ടീമിലെടുത്തു. കൂടാതെ 13 വയസ്സുകാരൻ മെസ്സിയുടെ ഉയരം വയ്ക്കാനുള്ള ചികിത്സാ ചെലവുകളും ബാഴ്സലോണ ക്ലബ്ബ് ഏറ്റെടുത്തു. തുടർന്ന് മെസ്സി സ്പെയിനിലേക്ക് പോയി. ബാഴ്സലോണയുടെ ചിലവിൽ വില കൂടിയ വളർച്ചാ ഹോർമോണുകൾ അവൻ സ്വയം കാലിൽ കുത്തിവെച്ച് ഗ്രൗണ്ടിൽ ഇറങ്ങുമായിരുന്നു. കളിക്കളത്തിൽ അവൻ തന്റെ ഇടംകാലുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ആ മാന്ത്രിക ഡ്രിബ്ലിങ്ങുകൾ കണ്ട് സഹകളിക്കാർ പോലും അമ്പരന്നു. ഇവിടെ വെച്ചാണ് മെസ്സി ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസമായ റൊണാൾഡീനോയെ പരിചയപ്പെടുന്നത്. മെസ്സിയും റൊണാൾഡീനോയും വലിയ സൗഹൃദത്തിലായി. പിൽക്കാലത്ത് ഫുട്ബോൾ കളിയിൽ മെസ്സിയുടെ ഗുരുവായി റൊണാൾഡീനോ മാറി. 2005 മെസ്സി തന്റെ ജീവിതത്തിലെ ആദ്യ സീനിയർ ഗോൾ നേടിയത്. ഇതേ വർഷം തന്നെ അദ്ദേഹം അർജന്റീനിയൻ ദേശീയ ടീമിൽ അംഗമായി. ആ വർഷം നെതർലാൻഡ്സിൽ നടന്ന ഫിഫ അണ്ടർ 20 അമേരിക്കയോട് അർജന്റീന 1-0 പരാജയപ്പെട്ടപ്പോൾ ഈജിപ്തിനെതിരായ രണ്ടാം മത്സരത്തിൽ 2-0 അർജന്റീനയെ മെസ്സി വിജയിപ്പിച്ചു. സ്പെയിനുമായി നടന്ന മത്സരത്തിൽ 3-1 എന്ന സ്കോറിന് അർജന്റീന സ്പെയിനിനെ തോൽപ്പിച്ചു. 2005 ജൂണിൽ നൈജീരിയയെ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന 2-1 എന്ന സ്കോർ നിലയിൽ പരാജയപ്പെടുത്തി. 2005 ടൂർണമെന്റ് അവസാനിച്ചപ്പോൾ അർജന്റീനയെ വീണ്ടും ലോകത്തിന്റെ നെറുകയിലേക്ക് മെസ്സി എത്തിച്ചിരുന്നു. 1979 മറഡോണയ്ക്ക് ശേഷം അർജന്റീനയെ അണ്ടർ 20 ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച രണ്ടാമത്തെ കളിക്കാരനായി മെസ്സി മാറി. ഇതിഹാസ താരം മറഡോണ അദ്ദേഹത്തെ പരസ്യമായി അഭിനന്ദിക്കുകയും ചെയ്തു. 2006 ഫെബ്രുവരി 22 നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ മെസ്സിയുടെ വലതുകാലിലെ പേശികൾക്ക് മാരകമായ പരിക്കേറ്റു. 2006 മെയ് 17 പാരീസിൽ വെച്ച് നടന്ന ബാഴ്സലോണയും ആഴ്സണലും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ ബാഴ്സലോണ വിജയിച്ചു. ഇതേ വർഷം തന്നെ നടന്ന ഗെറ്റാഫയ്ക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സി ഒരു ചരിത്ര ഗോൾ നേടി. കളിയുടെ 29-ാം മിനിറ്റിൽ പാസിലൂടെ ലഭിച്ച പന്തുമായി അതിവേഗത്തിൽ എതിരാളികളെ വെട്ടിച്ച് ഗെറ്റാഫയുടെ ഗോൾ വല ചലിപ്പിച്ചു. 12 സെക്കൻഡുകൾ കൊണ്ട് 60 മീറ്റർ ഓടി പൂർത്തിയാക്കിയ ആ കുഞ്ഞു മനുഷ്യന്റെ മാന്ത്രികതയിൽ ഗാലറികൾ ഇളകിമറിഞ്ഞു. മറഡോണയുടെ നൂറ്റാണ്ടിന്റെ ഗോളിന് സമാനമായിരുന്നു മെസ്സിയുടെ ഈ അത്ഭുത ഗോൾ. 2008 റൊണാൾഡീനോയുടെ ക്ലബ്ബ് മാറ്റത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ 10ാം നമ്പർ ജേഴ്സി റൊണാൾഡീനോ മെസ്സിക്ക് നൽകി. 2008 ഒക്ടോബർ 1 ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ മെസ്സി കളിയുടെ അവസാന 7 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ നേടി 2-1 എന്ന സ്കോർ നിലയിൽ ബാഴ്സലോണയെ വിജയിപ്പിച്ചു. 2008 അവസാനത്തോടെ ലയണൽ മെസ്സി ഒരു ഇതിഹാസ താരമായി മാറിക്കഴിഞ്ഞു. മെസ്സി ലോകത്തിന്റെ നെറുകയിലേക്ക് വളരുകയായിരുന്നു. അതേസമയം മറ്റൊരു പ്രതിഭാസവും ഫുട്ബോൾ ലോകത്തിന്റെ മറുവശത്ത് ഉദിച്ചുയരുകയായിരുന്നു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ജീവിക്കുന്ന ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ.
മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള പോരാട്ട മത്സരത്തിനായി ലോകം കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ മത്സരം വന്നെത്തി. മെസ്സി റൊണാൾഡോ പോരാട്ടം. 2009 ചാമ്പ്യൻസ് ലീഗ് മത്സരം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി റൊണാൾഡോയും ബാഴ്സലോണ ടീമിനായി ലയണൽ മെസ്സിയും നേർക്കുനേർ ഒന്നിച്ച ആ മത്സരത്തിൽ കളിയുടെ 70-ാം മിനിറ്റിൽ മെസ്സി നേടിയ ഗോൾ ബാഴ്സലോണയെ വിജയിപ്പിച്ചു. സീസണിലെ ടോപ്പ് സ്കോററായി മെസ്സി മാറി. മാഞ്ചസ്റ്ററിനെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ച മെസ്സിയും ടീമും തങ്ങളുടെ 3ാം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി. ഇതേ വർഷം തന്നെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനായുള്ള വോട്ടെടുപ്പിൽ റൊണാൾഡോയേക്കാൾ 240 പോയിന്റുകൾ അധികം നേടി മെസ്സി ഒന്നാമതായി. 2ാം സ്ഥാനക്കാരനായി ക്രിസ്ത്യാനോ റൊണാൾഡോയും തിരഞ്ഞെടുക്കപ്പെട്ടു. വെറും 22ാമത്തെ വയസ്സിൽ ഇങ്ങനൊരു ബഹുമതി ലഭിച്ച മെസ്സി തന്റെ സ്വപ്നം സഫലമായി എന്ന് തോന്നി. പക്ഷേ 2010 ലോകകപ്പ് മത്സരത്തിൽ അർജന്റീന പരാജയപ്പെടുകയും ടീം ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ബാഴ്സലോണയ്ക്കായി വിജയങ്ങൾ നേടുമ്പോഴും സ്വന്തം രാജ്യമായ അർജന്റീനയ്ക്കായി ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ മെസ്സി ആഗ്രഹിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മെസ്സി വിവാദങ്ങളിൽ ഏർപ്പെടുന്നത്. രാജ്യസ്നേഹമില്ലാത്തവനാണ് മെസ്സി എന്ന് മാധ്യമങ്ങൾ പടച്ചുവിട്ടു. സ്വന്തം രാജ്യത്തിനായി കിരീടം നേടാതെ സ്പെയിനിനു വേണ്ടി കളിക്കുന്നവൻ എന്ന ആരോപണങ്ങൾ മെസ്സി നേരിട്ടു. പക്ഷേ അതൊന്നും ആ അർജന്റീനയെ മിശിഹായെ തളർത്താൻ ഉതകുന്നതായിരുന്നില്ല. 2011 ജനുവരി 10 സൂറിച്ചിൽ വെച്ച് നടന്ന ബാലൻഡിയോർ പുരസ്കാരം മെസ്സിക്ക് ലഭിച്ചു. 2012 ജൂൺ 1 അമേരിക്കയിൽ വെച്ച് നടന്ന അർജന്റീന ബ്രസീൽ മത്സരത്തിൽ കളിയുടെ 84-ാം മിനിറ്റിൽ നേടിയ 3ാം ഗോൾ അർജന്റീനയെ വിജയിപ്പിച്ചു. സ്വന്തം രാജ്യത്തിനു വേണ്ടി മെസ്സി ഗോളുകൾ നേടുന്നില്ലെന്നുള്ള വിമർശകർക്കുള്ള അദ്ദേഹത്തിന്റെ മറുപടിയായിരുന്നു അത്. 2012 ഡിസംബർ അവസാനത്തോടെ മെസ്സി തന്റെ കരിയറിലെ 91 ഗോളുകളും സ്വന്തമാക്കി കഴിഞ്ഞു. 69 മത്സരങ്ങളിൽ നിന്നും 91 ഗോളുകൾ നേടുന്ന ഏക ഫുട്ബോളറായി മെസ്സി മാറി. 2013 ജനുവരിയിൽ അദ്ദേഹത്തിന് 4ാം ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചു. എങ്കിലും ഈ വർഷം മെസ്സിക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല. കളിക്കളത്തിലെ പരിക്കുകളും നികുതി വെട്ടിച്ചെന്ന ആരോപണ വിവാദങ്ങളുമായി 2013 കടന്നുപോയി. 2014 ജർമ്മനി അർജന്റീന ലോകകപ്പ് മത്സരത്തിൽ ജർമ്മനി 1-0 അർജന്റീനയെ പരാജയപ്പെടുത്തി. ലോകകപ്പ് തന്റെ കൈ അകലത്ത് നിന്നും പോയത് മെസ്സിയെ വല്ലാതെ ഉലച്ചു. 2016 ജൂൺ 26 അർജന്റീന ചിലി ഫൈനൽ മത്സരം ന്യൂജേഴ്സിയിലെ മിഡ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്നു. എന്നാൽ ഈ മത്സരത്തിലും അർജന്റീന പരാജയപ്പെട്ടു. 2014, 15, 16 ഈ 3 വർഷങ്ങൾ മെസ്സിക്ക് തുടർച്ചയായ പരാജയങ്ങൾ സമ്മാനിച്ചു. 2016, 17 കാലഘട്ടങ്ങളിൽ മെസ്സിക്കും പിതാവ് ജോർജ് മെസ്സിക്കും നികുതി വെട്ടിപ്പ് കേസിൽ 2.5 ലക്ഷം യൂറോ പിഴ ഈടാക്കി സ്പാനിഷ് കോടതി. 2021 ഓഗസ്റ്റ് 8 മെസ്സി ബാഴ്സലോണ ക്ലബിനോട് യാത്ര പറഞ്ഞു. തുടർന്ന് മെസ്സി ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് സെന്റ് ജെർമീനിൽ അംഗമായി. 2021 നവംബർ 29 മെസ്സിക്ക് 7ാമത്തെ ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചു. 2022 ഡിസംബർ 18 ഖത്തറിൽ വെച്ച് നടന്ന ഫ്രാൻസ് അർജന്റീന ലോകകപ്പ് മത്സരത്തിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് ലോകകപ്പ് കിരീടം സ്വന്തമാക്കി മെസ്സി. തന്റെ കരിയറിലെ 1003 മത്സരങ്ങളിൽ നിന്നും നേടിയ എണ്ണമറ്റ ഗോളുകളെ സാക്ഷിയാക്കി മെസ്സി ആ സ്വർണ്ണ കപ്പിനെ ചുംബിച്ചു. പിന്നെ അത് ഉയർത്തിക്കാട്ടി. ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് മെസ്സി വെറുമൊരു കളിക്കാരനല്ല, അവർക്ക് മെസ്സി ഫുട്ബോളിന്റെ മിശിഹായാണ്. ലയണൽ ആന്ദ്രസ് മെസ്സി, ലയണൽ മെസ്സി.